ഗൈസ് നമുക്ക് ഇന്ന് വലിയ പരിപാടി ഉണ്ട്. ഞാനും പാത്തും കെട്ടിയിരിക്കിട്ട് പോവാണ് കേട്ടോ. എന്റെ മൂപ്പരാൾ എന്തോ വലിയ ബിസിയാണ്. നമുക്ക് ടാസ്ക് വിളിച്ച് പോകേണ്ട അവസ്ഥ. കുറച്ചേരം വെയിലത്ത് കാത്തുന്നെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ടാക്സി കിട്ടിക്കുന്നു. ടാക്സിന്റെ കാക്ക നമ്മളൊന്ന് വഴി എത്തിക്കാൻ നോക്കി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കോ ടാക്സിക്ക് ഞാൻ തന്നെ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാനും പാത്തും കുറച്ചേരം കുശലൊക്കെ പറഞ്ഞിരുന്നപ്പോ ഫോൺ ഓണായി കണ്ടപ്പോ ഓൾ അഭിനയ സിം ആവാൻ തുടങ്ങി. ഓളെ പോലെ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കണം എന്തോ വലിയ പരിപാടിക്ക് പോകുന്നുള്ള ഓൾക്ക് മനസ്സിലായി. നമുക്ക് ഇന്നൊരു ഇനോഗ്രേഷൻ ഏത് വൈബ് അംബാനി. അവിടെ എത്തി നോക്കുമ്പോ ഒരു കല്യാണത്തിലുള്ള ആൾക്കാരുണ്ട്. മുറ്റത്തന്നെ ഒരു 10-15 കൊലൊക്കെ തൂക്കിട്ട് കൊലയുടെ എണ്ണൊക്കെ നോക്കിക്കുമ്പോഴാണ് നമ്മളെ ടീംസ് എത്തിയത്. ഒറ്റ തള്ളി മറക്കല. അവിടെ ഇവിടെ ഒക്കെ ഉള്ളവരൊക്കെ കുറ്റം പറഞ്ഞ് നമ്മള് കുറെ ചിരിച്ചു കളിച്ചു. അപ്പോഴാണ് നമ്മൾ 2 ചങ്സ് വന്നത്. മലപ്പുറത്തുള്ളവരാണെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ട മുഖം കാണുമ്പോ തന്നെ ഒന്നണ്ട് വെച്ചെടുക്കാൻ തോന്നും. പിന്നെ ശേഷിട്ട് ആരാന്റെ കാർമലും കയറിയിരുന്ന അവിടുന്ന് കിട്ടിയ ജ്യൂസും പോന്തി ഇരിക്കണ്ട നമ്മളെ ഭാഗത്തു. വെറുതെ ഒന്ന് അപ്പുറത്ത് നോക്കിയപ്പോ ദേണ്ടാം ഇതിനായിട്ട് സിനിമ അതിന്റെ അഹങ്കാരം മൂപ്പരാളെ മുഖത്ത് നമ്മൾ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഇനോഗ്രേഷനിൽ എല്ലാ കാര്യങ്ങളും സെറ്റായി. ഞാനും ഇതിനോട്ടെ അടുത്തൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി. കോളെ പാപ്പ നമ്മളെ കൂട്ടാൻ വന്നു. ഓളെ കോലം നോക്കിയൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടേതാണ്. അവിടുന്ന് കിട്ടിയ ചോക്ലേറ്റ് ഒക്കെ വാരി വലിച്ച് തിന്നിട്ട് ഇപ്പൊ കണ്ടില്ല. വരുമ്പോ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് എത്തിയെങ്കിലും പോകുമ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കാണാം. നമ്മളെ ഷാർജയിൽ ട്രാഫിക് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിന്റെ തള്ളിമാർക്കലൊക്കെ ആ സമയത്ത് നമ്മൾ കഴിച്ചിട്ടാ. പിന്നെ ഓന്റെ മുഖം കാണിക്കാൻ പറ്റൂല, ഇന്നെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഖം തിരിച്ചിട്ട് മൂപ്പരാളി എന്റെ മുഖം കാണിക്കാതെ ഞാൻ പെരെ കേട്ടില്ല. ഇപ്പൊ തന്നെ പാത്തുനായിട്ട് കളിക്കണ പോലെ ഒരു അഭിനയം എന്താണ്. ഒന്നുമില്ല, നമ്മള് വരയിലെത്തി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.